ഹായ്, നമ്മുടെ ഇളന്തപ്പഴം കുറച്ചും കൂടി കായ്കൾ ബാക്കിയുണ്ട്. ഇതൊരു ഫെബ്രുവരി വരെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിറച്ച് കായ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞതുകൊണ്ട് അത്ര കനത്തിലില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ പൂത്തിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെടിയുടെ ഒരു വലിപ്പം കണ്ടുമല്ലോ നിങ്ങൾ. ഡ്രമ്മിലൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ താഴ്ത്ത് കുഴിച്ചിട്ട കാരണം പിന്നെ നനയ്ക്കേണ്ട പരിപാടിയൊന്നും ഇല്ല. നമുക്ക് ഒരു ഭംഗിയുള്ള മരം പോലെ നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ വെട്ടി നിർത്താൻ പറ്റുന്നൊരു തന്നെയാണ്. കുറച്ച് പൂത്തുണ്ട്. ഓരോ ചില്ലകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂക്കും. എല്ലാ പൂത്തതിലൊന്നും കായകൾ പിടിക്കണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുറേ ഇത് പൂത്ത് നിൽക്കുമ്പോൾ ഒരു പൊട്ടമണം വരും കേട്ടോ. ഒരു പ്രത്യേക മണം തന്നെയാണ് അത്. ഇത്ര നമുക്ക് നല്ലൊരു മണമായിട്ട് തോന്നില്ല. പിന്നെ അത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കണ്ട, ഇപ്പം നമ്മൾ ഇങ്ങനെ വരുന്ന ചില്ലകളൊക്കെ ഒന്ന് വെട്ടിയാലും കണ്ട ഇതിങ്ങനെ പൊടിച്ച് വരും. അപ്പോൾ ഇത് കൂടുതൽ വന്നാൽ അതിങ്ങനെ തൂങ്ങി നിൽക്കുകയും ഭയങ്കര വെയിറ്റ്. അപ്പോൾ മഴ പെയ്താൽ അത് തൂങ്ങും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഇതിങ്ങനെ കൊമ്പ് ഒടിച്ച് കളയും. കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ അത്ര ശക്തിയിൽ നിർത്തും. മെയിനായിട്ട് 2 ചില്ലേ നിർത്തുള്ളൂ. കാരണം ഇത് വല്ലാണ്ട് ആയി കഴിഞ്ഞാൽ ഇത് ഒടിയും. ഇതിൻ്റെ കൊമ്പിന് അത്ര ശക്തിയില്ല. ഇപ്പോൾ ഈ കൊമ്പൊക്കെ നിറച്ച ഇലയായി കഴിഞ്ഞാൽ മഴക്കാലമായി ഇത് ഇവിടെ അങ്ങോട്ട് ഒടിയും. കായ്കളും തൂങ്ങുമല്ലോ, നിറച്ച് കായ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒടിയും. പക്ഷെ പഴുത്ത് കിട്ടുക നമുക്ക് ഈ ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ കൂടിയിട്ടാണ് നമുക്കിത് പഴുത്ത് കിട്ടുക. പിന്നെ വലിയ മരുന്നടിക്കുക അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ചില സമയത്ത് ഇതിൽ പുഴുക്കൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം പൊട്ടിക്കാറായിട്ടുണ്ട്. ഇത് കണ്ട, ഇതിൻ്റെ ശരിക്കും സീസണിൽ നല്ല വലിപ്പം ഉണ്ടാവും. ഇതിപ്പോൾ സീസൺ കഴിഞ്ഞതുകൊണ്ട് അത്ര വലിപ്പമില്ല. കണ്ട, മധുരമുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ ഇത് കടിച്ചപ്പോൾ ഇത് മധുരമുണ്ട്. നമുക്ക് നഴ്സറികളിൽ ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ 400 ആയിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വാങ്ങിച്ച് വേണമെങ്കിൽ നടാം. ഡ്രമ്മിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ നട്ട് ഒതുക്കി നിർത്താം. സ്ഥലമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതിന് കാണുന്ന മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ കൊമ്പുകൾ ഉണങ്ങാറുണ്ട് കേട്ടോ. അതിങ്ങനെ ഇടവിട്ട് ഓരോ കമ്പുകളൊക്കെ ഇങ്ങനെ ഉണങ്ങും ഇത്. പിന്നെ ചെറുതായിട്ട് മുള്ളുണ്ടോയെന്ന് ചോദിച്ചാൽ മുള്ളുണ്ടെന്ന് ഇല്ലേന്ന് ചോദിച്ചില്ലേ. കണ്ട, അപ്പോൾ ഇങ്ങനെ അങ്ങനെ കമ്പിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് മുള്ളുണ്ട്. അപ്പോൾ നമ്മൾ അറിയാണ്ട് പിടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ നമുക്ക് നോക്കി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമില്ല. കണ്ട, മുള്ളുകൾ കുറച്ചായിട്ടുണ്ട് കേട്ടോ. പിന്നെ പൂക്കുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാ ഇലയുടെ ഞെട്ടിയിലും പൂക്കും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാ ഇലയുടെ അതിലും നോടിലും ഇങ്ങനെ കൊലയായിട്ട്. ഇപ്പോൾ ഒരു കൊലയിൽ തന്നെ നോക്കിയാൽ എത്രയാന്ന്. അതുപോലെ ഇങ്ങനെ കായ്കളും പിടിക്കും. പക്ഷേ കുറേയൊക്കെ കൊഴിഞ്ഞു പോവും. പിന്നെ ചിലത് നല്ല മഴക്കാലത്ത് നോക്കി കണ്ട ഇപ്പോൾ കരിഞ്ഞ് ഇങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറേ കിട്ടിയിട്ട് ഒരുപാട് കിട്ടി കായ. പിന്നെ ഒതുക്കി നിർത്താനായിട്ട് ഇങ്ങനെ കൂടുതൽ വരുന്ന ഇളകളുണ്ടല്ലോ കണ്ട, ഇതൊക്കെ ഞങ്ങളിങ്ങനെ ഒടിച്ച് കളയും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കൂടുതലായിട്ട് നമുക്ക് ശക്തി കൂടും. അപ്പോൾ ഇനി വെട്ടണത് വലിച്ചിട്ട് ഒടിയണില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കൺട്രോളിൽ മരത്തിനെ നിർത്താൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇളന്തപ്പഴത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.